ഇനി EMSന്റെ അന്തിമയാത്രകളുടെ സമയമായി. ഔദ്യോഗിക ബഹുമതികൾക്കായി AKG സെന്ററിൽ നിന്ന് മൃതദേഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുചെല്ലുകയായി. EMSന് പരിചിതമായ വഴികളിലൂടെ. നാടിന്റെ നേതാവായി അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ നടന്ന അധികാരവീഥികൾ, അദ്ദേഹം തന്റെ ചെറിയ കൈകൾ ഉയർത്തി സമരമുദ്രാവാക്യങ്ങൾ ഉയർത്തിയ വീഥികൾ, അർപ്പണബോധത്തോടെ ഒന്നിലേറെ തലമുറകളെ അദ്ദേഹം കൈപിടിച്ച് നടത്തിയ വഴികളിലൂടെ ആ ശരീരം ദർബാർ ഹാളിലേക്ക് നീങ്ങി. പുതിയ കേരളം കണ്ട ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ ഭൗതിക ശരീരം ഭരണയന്ത്രത്തിന്റെ പേരിൽ ദർബാർ ഹാളിൽ ഏറ്റുവാങ്ങി. 89 വർഷങ്ങൾ സാധാരണക്കാരനായി പായയിലും തറയിലും കസേരയിലും കിടന്നുറങ്ങിയ മനുഷ്യനു വേണ്ടി പുഷ്പശയ്യ തയ്യാറായിരുന്നു. കേരളത്തിനകത്തും പുറത്തുനിന്ന് അനേകായിരങ്ങൾ ഓടിയെത്തുകയായിരുന്നു. ഇതാണ് അടുത്തു കാണാനുള്ള അവസാന സന്ദർഭം. മീനച്ചൂട് വകവയ്ക്കാതെ സെക്രട്ടേറിയറ്റിൽ ഒഴുകിയ ജനപ്രവാഹം ഒരു ഘട്ടത്തിലും അനിയന്ത്രിതമായില്ല. EMS പഠിപ്പിച്ച അച്ചടക്ക ബോധമുള്ള ജനത അന്തിമാഞ്ജലികൾ അർപ്പിച്ചു. പക്ഷേ EMSന്റെ മനക്കരുത്തില്ലാത്ത പലരും മൃതദേഹത്തിനു മുന്നിൽ തകർന്നു വിലപിച്ചു. ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ചരിത്രം മാറിയേനെ. ഈ മനുഷ്യൻ മരിച്ച ശേഷം ജീവിതത്തിന് അർത്ഥം തേടാൻ പലരും വിഷമിച്ചു. അന്തിമ വിലാപയാത്ര ആരംഭിക്കുകയായി. ദർബാർ ഹാളിൽ അവസാന പ്രണാമങ്ങൾ അർപ്പിക്കാൻ എത്തിയ പലരും നിരാശയിലായി. വിലാപയാത്ര ആരംഭിക്കുവാൻ കുറച്ചു വൈകിയെങ്കിലും ആയിരങ്ങൾക്ക് മരിച്ച EMSനെ അടുത്ത് കാണാനായില്ല. ദർബാർ ഹാളിൽ നിന്ന് മൃതദേഹം തിരിച്ചേറ്റുവാങ്ങിയ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ EMSന്റെ അന്തിമയാത്രയിലും അനുഗാമികളായി. ഇവരെന്നും അനുഗാമികളായിരുന്നു. EMSന്റെ മരണശേഷവും അങ്ങനെയേ ഇവർക്ക് ജീവിതം നയിക്കാനാവൂ. വിക്കി പറഞ്ഞ 2 ഉപദേശങ്ങൾക്കായി ഓടിച്ചെല്ലാൻ ഇവർക്ക് ഇനി ആളില്ല. ഈ യാത്രയിൽ ആയിരങ്ങൾ കൂടിച്ചേർന്നു. ഹർത്താൽ ആചരിച്ച് തിരുവനന്തപുരം നഗരം തങ്ങളുടെ ആചാര്യനോട് നിശബ്ദമായി വിട പറഞ്ഞു.
ദീർഘകാലം EMSുമായി ആശയാടിസ്ഥാനത്തിൽ വിഘടിച്ചു നിന്ന പല വലിയ നേതാക്കളും നേരത്തെ തൈക്കാട് വൈദ്യുത ശ്മശാനത്തിലെത്തി കാത്തിരുന്നു. ഈ കർമ്മം അവർക്ക് വിധിക്കപ്പെട്ടതായിരുന്നു. നഗരത്തിലെ ചൂട് താണതോടെ EMSനെയും വഹിച്ചുള്ള അലങ്കാര വണ്ടി ശ്മശാനത്തിലെത്തി. പോലീസ് ഔപചാരികമായി തങ്ങളുടെ യാത്രാമൊഴി പറഞ്ഞു. സുരക്ഷാ സംവിധാനത്തിലൂടെ ഇപ്പൊ തന്നെ വഴി അങ്ങനെയല്ല EMSന്റെ മൃതദേഹം അസ്തമയ സൂര്യനെ നോക്കി നിശബ്ദമായി കിടന്നു. ഇനി അഗ്നിയിലേക്കുള്ള പ്രവേശം മാത്രമാണ് ഈ ചരിത്ര പുരുഷന്റെ കർമ്മം. EMSന്റെ കാൽച്ചുവട്ടിൽ വളർന്ന് ലോകമറിഞ്ഞ തലമുറ ആ കർമ്മം ഏറ്റെടുത്തു. ചുവപ്പ് പതാക ചെറുതായൊന്ന് മാറ്റി ഏവരും ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മലയാളിയുടെ മുഖം ഒന്നുകൂടി നോക്കി. വിങ്ങലടക്കാൻ മുദ്രാവാക്യങ്ങൾ സഹായമായി. ചുവന്ന തീക്കമ്പികൾ EMSനെ തഴുകാൻ തയ്യാറായി. ഷട്ടർ തുറന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മെല്ലെ അകത്തേക്കൊഴുകി 89 വയസ്സുള്ള തന്റെ ചെറു ശരീരത്തെ ഓർമ്മകളുടെ ലോകത്തേക്ക് കടത്തിവിട്ടുകൊണ്ട് നമ്മോട് യാത്ര പറഞ്ഞു. ഇങ്ങനെ ഒരു കഥ ഇനി പറയേണ്ടി വരില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ ഇനി നമുക്ക് ലഭിക്കുകയുമില്ല.